മുന്നിട്ട് നിൽക്കുന്നു. ഇപ്പോൾ ലോക്കൽ ഈ വാർഡുകളുടെ ഒരു സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ 196 എന്ന നിലയിൽ, അതായത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം അവിടെ ഗ്രാമപഞ്ചായത്തുകളിൽ LDFനാണ് മേൽക്കൈ ഉള്ളത്. തൊട്ടു പിന്നാലെ UDF ഉണ്ട്. അതേസമയം ചിലയിടങ്ങളിൽ ഒപ്പത്തിനൊപ്പം ഏതാണ്ട് 100ഓളം ഇടങ്ങളിൽ ഒപ്പത്തിനൊപ്പമാണ് മുന്നോട്ട് പോകുന്നത്. ക്ഷമിക്കണം, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ LDFന് തന്നെയാണ് മേൽക്കൈ. പക്ഷേ രണ്ട് സീറ്റിന്റെ വ്യത്യാസമാണ് അവിടെയുള്ളത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നടക്കുന്നത്. ജില്ലാ പഞ്ചായത്തുകളിൽ UDFനാണ് മേൽക്കൈ. UDF 8 ഇടങ്ങളിൽ ഇപ്പോൾ മുന്നേറുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ട്രെൻഡ് പ്രകാരം 8 ഇടങ്ങളിൽ ഇപ്പോൾ UDF മുന്നേറുന്നു. 4 ഇടത്ത് മാത്രമാണ് ജില്ലാ പഞ്ചായത്തുകളിൽ LDFന് മേൽക്കൈയുള്ളത്. 2 ഇടത്ത് ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടം നടക്കുന്നു. അതിപ്പോൾ 3 ഇടത്തേക്കായി മാറിയിരിക്കുന്നു. കോർപ്പറേഷനുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ ഇതാ UDFന്റെ മുന്നേറ്റമാണ് ഉള്ളത്. ഇനി നമുക്ക് ജയിച്ച ഒരു സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ UDF 30 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ ഇതിനോടകം തന്നെ ജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലേക്ക് വരുമ്പോൾ 149 ഇടത്ത് UDF ജയിച്ചിട്ടുണ്ട്. കോർപ്പറേഷനിൽ ഒരിടത്ത് ഇപ്പോൾ UDF ജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഏതായാലും ഇതാ ഇഞ്ചോടിഞ്ച് പോരാട്ടം മൂന്നാമതും LDF എന്ന ആ സ്വപ്നത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം എത്തിക്കുമോ എന്നുള്ളതാണ് LDF ക്യാമ്പുകൾ നോക്കിക്കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. തുടക്കം മുതൽ ഗ്രാമപഞ്ചായത്തുകളിൽ LDFന്റെ മുന്നേറ്റം ഇതാ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഗ്രാമപഞ്ചായത്തുകളിൽ LDFന്റെ മുന്നേറ്റം തുടരുമ്പോൾ ഇതാ കോർപ്പറേഷനുകളിൽ ഇതാ UDF ഇതാ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. മൂന്നിടങ്ങളിൽ ഇപ്പോൾ UDF എത്തിയിരിക്കുന്നു. നഗരസഭകളിൽ, മുനിസിപ്പാലിറ്റിയിൽ 38, 30 UDF, 30 LDF, NDA 2, അതേഴ്സ് 3, മറ്റുള്ളവർ 3 എന്നുള്ള നിലയിലേക്ക് എത്തിയിരിക്കുന്നു. കൊടുവള്ളി നഗരസഭ, മലപ്പുറം ജില്ലയിലെ കൊടുവള്ളി നഗരസഭയിൽ 12 ഇടത്ത് UDF, 12 ഇടത്താണ് മലപ്പുറം കൊടുവള്ളി നഗരസഭയിൽ UDF ലീഡ് ചെയ്യുന്നതെങ്കിൽ പത്തനംതിട്ട നഗരസഭയിൽ ഇതാ 33 വാർഡുകളിൽ 6 ഇടത്ത് UDF, 5 ഇടത്ത് LDF, ഒരിടത്ത് NDA എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്തനംതിട്ടയിലെ മുൻ MLA, പത്തനംതിട്ട മെഴുവേലി ഗ്രാമപഞ്ചായത്തിൽ 8ാം വാർഡിൽ മത്സരിച്ച മുൻ LDF MLA KC രാജഗോപാൽ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു. മെഴുവേലി ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിലെ സ്ഥാനാർത്ഥി KC രാജഗോപാൽ, മുൻ MLA ആണ് KC രാജഗോപാൽ. നമുക്കറിയാം ശബരിനാഥൻ ഒരു മുൻ MLA നഗരസഭയിൽ മത്സരിക്കാൻ പോയി. അതുപോലെ തന്നെ അടാട്ട് പഞ്ചായത്തിൽ അനിൽ അക്കരെ മത്സരിക്കുന്നുണ്ട്. അതേപോലെ ഒരു മുൻ MLA ആണ് KC രാജഗോപാൽ ഇപ്പോൾ ജയിച്ചിരിക്കുന്നു മെഴുവേലി ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എറണാകുളത്ത് വളരെ മുന്നിലാണ് LDF. കൊച്ചി കോർപ്പറേഷനിൽ UDF വളരെ 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 മുന്നിൽ 24 സീറ്റുകളിൽ LDF ലീഡ് ചെയ്യുമ്പോൾ 10 ഇപ്പോൾ UDFന് ലീഡ് ചെയ്യാൻ കഴിയുന്നത്. കണ്ണൂർ കോർപ്പറേഷനിൽ UDF ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. UDF ലീഡ് തിരിച്ചു പിടിക്കുമ്പോൾ 6 തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDFും NDAയും തമ്മിൽ ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടം, ഇഞ്ചോടിഞ്ച് പോരാട്ടം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ലീഡ് തിരിച്ചു പിടിക്കാൻ ഒരുങ്ങുന്നു LDF. 13 ഇടത്ത് LDF, 14 ഇടത്ത് NDA, 13 LDF എന്ന നിലയിലേക്കാണ് പോകുന്നത്. കൊല്ലം കോർപ്പറേഷനിൽ UDF ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. UDF ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. വോട്ടെണ്ണലിന്റെ ആദ്യ മിനിറ്റ് മുതൽ ആദ്യ മണിക്കൂറുകൾ മുന്നിൽ നിന്നിരുന്നിടത്ത് നിന്ന് ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ കൊല്ലം കോർപ്പറേഷനിൽ UDF ലീഡിരുന്നു. പക്ഷേ ഒരു സീറ്റിന്റെ വ്യത്യാസമാണ്. 3-4 എന്ന നിലയിലാണ് കൊല്ലം കോർപ്പറേഷനിൽ ഇപ്പോൾ UDF അധികാരം തിരിച്ചു പിടിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ലീഡ് തിരിച്ചു പിടിക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷൻ വിട്ടുതരില്ല എന്നിപ്പോൾ UDF പറഞ്ഞ് കണ്ണൂർ കോർപ്പറേഷനിലും LDFന്റെ ലീഡ് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്. അതേസമയം ഗ്രാമപഞ്ചായത്തുകളിൽ LDFന്റെ ലീഡ് 200 കടന്നിരിക്കുന്നു. ഗ്രാമപഞ്ചായത്തുകളിൽ LDFന്റെ ലീഡ്, UDFന്റെ ലീഡ്. UDF 183 ഇടത്ത് ലീഡ് ചെയ്യുമ്പോൾ 15 ഇടത്ത് NDA, 13 ഇടത്ത് മറ്റുള്ളവർ. ഇത്തവണ 2020 മത്സരിക്കുന്ന കുന്നത്തനാട് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ തവണ അവരുടെ അധികാരത്തിലുണ്ടായിരുന്ന ഗ്രാമപഞ്ചായത്തിൽ അവർ ഏറെ പിന്നിലാണ് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായും
2020 എറണാകുളത്തെ ശക്തമായ ഒരു പാർട്ടി എന്ന നിലയിൽ അവർ അവതരിപ്പിച്ചു. കൂടുതൽ മത്സരങ്ങൾ, കൂടുതൽ മണ്ഡലങ്ങളിൽ മത്സരിച്ച ഒരു പാർട്ടി 2020 അവിടെ പിന്നോട്ട് പോയിരിക്കുന്നതാണ് കാണേണ്ട ഒരു കാര്യം. എന്തായാലും ആ നിലയ്ക്കാണ് 2020 അവിടെ പിന്നോട്ട് പോയിരിക്കുന്നു. അവരുടെ തട്ടകമായ കുന്നത്തുനാട് വലിയ തിരിച്ചടി ഉണ്ടാകുന്നതാണ് കാണേണ്ട ഒരു കാര്യം. എന്തായാലും കോർപ്പറേഷനുകളിൽ UDF വ്യക്തമായ മേൽക്കൈ നേടുന്നതാണ് കാണേണ്ടത്. 4 കോർപ്പറേഷനുകളിൽ UDFന്റെ മുന്നേറ്റം. കൊല്ലം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ആ നിലയ്ക്ക് വലിയ മുന്നേറ്റം ഉണ്ടാവുന്നതാണ് കാണേണ്ട ഒരു കാര്യം. പക്ഷേ കൊച്ചി ഇളകുന്നില്ല. കൊച്ചി എപ്പോഴും LDFനൊപ്പമാണ്. ഇളകില്ല. കൊച്ചി LDFനൊപ്പം. കോഴിക്കോട് 9 ഇടങ്ങളിൽ LDF, UDF 11 ഇടങ്ങളിൽ മുന്നേറുന്നു. NDA 5 ഇടങ്ങളിൽ. കണ്ണൂർ നോക്കുകയാണെങ്കിൽ 6 ഇടങ്ങളിൽ UDF മുന്നേറ്റം, 3 ഇടങ്ങളിൽ LDF, 2 ഇടങ്ങളിൽ NDA ആ നിലയ്ക്കാണ് വരുന്നത്. തിരുവനന്തപുരത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം. 16 ഇടങ്ങളിൽ